പിഞ്ചു മകന്റെ കുഞ്ഞു ശരീരങ്ങൾ പ്ലാസ്റ്റിക് സഞ്ചിയിൽ പെറുക്കിയെടുക്കുന്ന പിതാവ്, വെള്ളത്തുണിയിൽ പൊതിഞ്ഞ പൈതലിനെ മാറോടണച്ച് വിതുമ്പുന്ന മാതാവ്, തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്റെ കുഞ്ഞനുജനെ ഒരിക്കൽ കൂടി കാണണമെന്നാണെന്ന് പറയുന്ന ചെറിയ ബാലൻ, ഒരു നാട്ടിലുടനീളം കഫംപുടവിയിലെ ബാല്യങ്ങൾ, തകർന്നു വീണ കെട്ടിടങ്ങൾക്ക് കീഴെ അബീ അബീ എന്ന് നിലവിളിക്കുന്ന കുഞ്ഞുമക്കൾ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഷഹാദത്ത് വരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇൻകുബേറ്ററുകൾ മയ്യത്ത് കട്ടിലകളാകുന്ന കാലം, പാൽച്ചുണ്ടുകളിൽ കിനിയുന്ന രക്തം, ഇളം പച്ചമാംസത്തിൽ മണ്ണ് പൊതിയുന്നു, കുഞ്ഞു ശരീരങ്ങൾ കരിഞ്ഞു മണക്കുന്നു, ചെറുശുഹദാക്കൾ സുബർക്കം നിറക്കുന്നു, ബൈത്തുൽ മഖ്ദിസിലെ സുജൂദിനായി ഇറ്റിവീഴുന്ന ഇളം ചോരകൾ, രാവിന്റെ യാമങ്ങളിൽ നമ്മുടെ കണ്ണുനീർ തുള്ളികളായെങ്കിലും പരിണമിക്കേണ്ടതില്ലേ? ഒരു കാര്യം തീർച്ചയാണ്, ഒലീവ് മരങ്ങൾ കഥ പറയുക തന്നെ ചെയ്യും. അന്ന് ശുഹദാക്കളുടെ വെളിച്ചത്തിൽ ലോകം നീതിയെ കാണും. كلام بعد كلام وعين تنزف ماء في فضاء بين فضاء لا مكان له في الوجود. ഗാസ കരയണ പിടയണ്, നീയോ ചിരികളിയാകണ്, കുഞ്ഞോ പടയണ് മോങ്ങണ്, വാനം ഇടിപടി മുഴക്കണ്, ലോകം മൗനം കാട്ടണ്, നീയോ കണ്ണത് ചിമ്മണ്, കനിവിന്റെ വാതില് മുട്ടണ്, കനിവില്ല വാതില് പൂട്ടണ്, അത്താഴ പട്ടിണിയാകണ്, ദാഹത്താൽ നീര് നടക്കണ്, വേറാകെ കല്ലത് കെട്ടണ്, വകയില്ല നോമ്പ് തുറക്കണ്, ഉറ്റോരെ കാണാതാവണ്, യുദ്ധക്കളമോടി നടക്കണ്. ഗാസ കരയണ പിടയണ്, നീയോ ചിരികളിയാകണ്, കുഞ്ഞോ പടയണ് മോങ്ങണ്, വാനം ഇടിപടി മുഴക്കണ്, ലോകം മൗനം കാട്ടണ്, നീയോ കണ്ണത് ചിമ്മണ്, കനിവിന്റെ വാതില് മുട്ടണ്, കനിവില്ല വാതില് പൂട്ടണ്, അത്താഴ പട്ടിണിയാകണ്, ദാഹത്താൽ നീര് നടക്കണ്, വേറാകെ കല്ലത് കെട്ടണ്, വകയില്ല നോമ്പ് തുറക്കണ്, ഉറ്റോരെ കാണാതാവണ്, യുദ്ധക്കളമോടി നടക്കണ്. കാലം നിന്നെ നോക്കി കാണും, ആഹിറത്തിൽ നിന്നെ കാക്കും, പെരിയവനാണ് സ്വർഗം കാട്ടും, പൈതലതിന്റെ ലോകം കാക്കും. കാലം നിന്നെ നോക്കി കാണും, ആഹിറത്തിൽ നിന്നെ കാക്കും, പെരിയവനാണ് സ്വർഗം കാട്ടും, പൈതലതിന്റെ ലോകം കാക്കും. തീഗോളങ്ങളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞ രാവിലിരുന്ന് ഞാൻ എന്റെ ഒസ്യത്ത് എഴുതുന്നു. ആകെ 80 ശെക്കലിന്റെ ബാധ്യത ക്യാഷായിട്ടുണ്ട്. 45 ശെക്കൽ ഉമ്മാക്ക് കൊടുക്കാനുള്ളതാണ്. സീനത്തിനും ഹാഷിമിനുമുണ്ട് 5 ശെക്കൽ വീതം. ഹീബത്താത്തയ്ക്കും മറിയത്താത്തയ്ക്കുമുണ്ട് 5 ശെക്കൽ കൊടുക്കാൻ. പിന്നെ അബുമാമനും സാറായളാമയ്ക്കും 5 വീതം. ക്യാഷായിട്ടുള്ള ബാധ്യതകൾ അത്രയേ ഉള്ളൂ. ഇനി കളിപ്പാട്ടങ്ങൾ 4 പേർക്കാണ് അത് വീതിച്ചു നൽകേണ്ടത്. കുഞ്ഞനുജത്തി സീനയ്ക്ക് ആദ്യം, പിന്നെ കൂട്ടുകാരികളായ മിന്നയ്ക്കും റമയ്ക്കും അമലിനും. ഇനിയുള്ളത് ഉടുപ്പുകളാണ്. അവയെല്ലാം എളാപ്പയുടെ മക്കൾ എടുത്തോട്ടെ. മിച്ചമുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുത്തോളും. ബാക്കിയുള്ളത് എന്റെ ചെരുപ്പുകളാണ്. എന്റേത് മാത്രമെന്ന് കരുതി കിനാവ് കണ്ട എന്റെ മണ്ണിനെ ചുംബിച്ചു നടന്ന പാദരക്ഷകൾ എല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കണം. എന്നിട്ട് അവയും പാവങ്ങൾക്ക് കൊടുത്തോളൂ.
അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. والسبع مطن الله البارود والسبع مطن. വേദങ്ങൾ ചൊല്ലും വിധമാ ആരുണ്ടി മീമിൽ നനയാ പാദങ്ങൾ പൊള്ളും നിജമാ വീറുണ്ടോ ദീനിൽ അണയാ നെറുകയായി പിണരികയായി വെച്ചിറകിലരി സൂര്യഭാവമാർന്നിടാം കൊടിതുലകിലുയരാം പിടഞ്ഞേറാ ചങ്കിൽ മുഴങ്ങിടും ജിബ്രീലിൻ നാദമായി തങ്കം പോലങ്കും ഫിക്റായി ചൊങ്കേറും സംഘമായി സംഗീത സാന്ദ്രമായി ചെഞ്ചോര ധീര ബദറൊളിയായി പടയായി ചൊടിയിലായി പാതയിലേകാം വിത്തുപാകി കരുത്തേകാം എത്തുമേ പരമാർത്ഥം കാത്തിനി സത്യദീനിലുറച്ചിടാം നിത്യമീ പാതയിലേകാം വിത്തുപാകി കരുത്തേകാം എത്തുമേ പരമാർത്ഥം കാത്തിനി സത്യദീനിലുറച്ചിടാം പാതകൾ പല വീതികൾ ക്രമമായി തെളിച്ചിടാം അവഗാതകൾ സിര തേടി വഴിയിൽ നിറഞ്ഞിടാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ
إلى يافا في غزة نحن وقلب جنين الواحد منا يزهر آلافا لن تذبل فينا ورقة تين ما هان الحق عليك ولا خافا عودتنا إيمان ويقين لن نسكت لن نستسلم لا